ഒരു രാജ്യത്തെ രണ്ട് സംസ്ഥാനങ്ങളായിരിക്കുമ്പോഴും കേരളത്തിലെ ടാക്സി വാഹനങ്ങൾക്ക് കർണാടകയിൽ എത്തണമെങ്കിൽ ഭീമമായ നികുതി നൽകേണ്ടി വരുന്നു. ആരെ സഹായിക്കാൻ വേണ്ടിയാണ് കർണാടക സർക്കാർ ഇത്രയും ഭീമമായ നികുതി കേരളത്തിലെ ടാക്സി വാഹനങ്ങൾക്ക് മേൽ ചുമത്തുന്നത്? വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കർണാടക അതിർത്തിയിലെത്താം. കാലങ്ങളായി മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കുമുള്ള ട്രിപ്പുകളായിരുന്നു ബത്തേരിയിലെ ടാക്സി ജീവനക്കാരുടെ ഉപജീവന മാർഗം. എന്നാൽ ഇന്നവരുടെ അവസ്ഥ ഇതാണ്. വർക്കിൻ്റെ അവസ്ഥ വളരെ കട്ടപ്പകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ 4:30 മണിക്ക് 5 മണിക്ക് ചിലപ്പോൾ 4 മണിക്കൊക്കെ നമ്മൾ രാത്രി വരുന്നത്. ഇപ്പോൾ പുലർച്ചെ അവിടെ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കിടക്കുക. എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊരു 100 രൂപ ചിലവ് വരും. ഹോട്ടലിൽ ഭക്ഷണം, വീട്ടിൽ നിന്ന് വിടുന്ന തണുത്ത ഭക്ഷണമെല്ലാം ഉണ്ടാകുക. അപ്പോൾ നമ്മൾ വൈകുന്നേരം വരെ ഇവിടെ കിടന്ന് ചിലപ്പോൾ 9 മണി 10 മണി രാത്രി പോവുക ഇവിടെ നിന്ന്. അതുവരെയും വെറുതെ കിടക്കുക. വല്ലപ്പോഴും ഓരോ ഓട്ടം. ഡിസംബർ 1 മുതലാണ് കർണാടക സർക്കാർ പുതിയ നികുതി സംവിധാനം നടപ്പാക്കിയത്. അതുവരെ ഓൾ ഇന്ത്യ പെർമിറ്റുള്ള ചെറിയ കാറുകൾക്ക് 44 രൂപയാണ് കർണാടകയിലേക്ക് പ്രവേശിക്കാൻ ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിൽ അടയ്ക്കേണ്ടിയിരുന്നത്. ഈ പ്രവേശന പാസിന് ഒരാഴ്ച കാലാവധി ഉണ്ടായിരുന്നു. കർണാടകയിലെ ഗുണ്ടൽപേട്ടാണിത്. കേരളത്തിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെയുള്ള RTO ഓഫീസിലാണ് നികുതി അടയ്ക്കേണ്ടത്. മുമ്പ് ഇവിടെ കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. ഒരു വർഷത്തേക്കുള്ള ടാക്സ് ഒന്നിച്ചടയ്ക്കണമെന്നാണ് കർണാടക സർക്കാരിന്റെ പുതിയ തീരുമാനം. ഇതനുസരിച്ച് 4 പേർക്ക് യാത്ര ചെയ്യാവുന്ന വാഹനങ്ങൾക്ക് 1776 രൂപ, 6 പേർക്ക് യാത്ര ചെയ്യാവുന്ന വാഹനങ്ങൾക്ക് 18,000 രൂപ. നേരത്തെ ഇത് 600 രൂപ മാത്രമായിരുന്നു. ആഴ്ചയിൽ 2-3 തവണ മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും ഓട്ടം ലഭിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അതിന് പോകാൻ പറ്റാത്ത അവസ്ഥയിലായി ടാക്സി ഉടമകൾ. ട്രാവലർ പോലുള്ള വാഹനങ്ങൾക്ക് വാർഷിക ടാക്സ് 50,000 രൂപയും 49 സീറ്റുള്ള വാഹനങ്ങൾക്ക് 4,40,000 രൂപയും പുതിയ നികുതി പ്രകാരം നൽകേണ്ടി വരുന്നു. ഒരു തവണ യാത്ര പോകുന്നവർ പോലും ഇത്രയും ഭീമമായ തുക നൽകണം. കർണാടകയിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു അക്രമ ടാക്സ്. കർണാടകയിലേക്ക് ഇവിടുന്ന് നമ്മളെ കേരളത്തിലുള്ള ആൾ വരണ്ട എന്നുള്ളൊരു തീരുമാനം പോലെ അപ്പോൾ നമുക്കൊക്കെ മനസ്സിലാവുന്നു. കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികൾക്ക് നമ്മൾ മേടിക്കുന്നത് ഒരു സീറ്റിന് 152 രൂപയാണ് കോൺട്രാക്റ്റുകാരെ വലിയ വണ്ടികൾക്ക് മേടിക്കുന്നത്. അതേ നമ്മളോട് മേടിക്കുന്ന ലക്ഷറി ടാക്സ് എന്ന് പറഞ്ഞിട്ട് 660 രൂപ അതിൽ വീൽ ബേസ് ടാക്സ് ആക്കി വരും. അപ്പം വണ്ടിയുടെ വലിപ്പത്തിനനുസരിച്ച്, സീറ്റിൻ്റെ എണ്ണമല്ല വലിപ്പത്തിനനുസരിച്ച് ടാക്സ് മേടിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 27 സീറ്റ് വണ്ടി പിന്നെ കർണാടകയ്ക്ക് പോകണമെങ്കിൽ 18,000 രൂപ വൺ ടൈം ടാക്സ് ഒന്ന് കയറി ഇറങ്ങും. അപ്പോൾ ഒരു ദിവസത്തെ ട്രിപ്പായാലും അത് 7 ദിവസത്തെ ട്രിപ്പായാലും 18,000 രൂപ. വീൽ ബേസ് 210 വീൽ ബേസ് എന്ന് പറഞ്ഞിട്ട് 49 സീറ്റ് ബസ് പോകണമെങ്കിൽ 18,000 രൂപ ടാക്സ് വരും. അത് 222. അതേ വണ്ടി 49 സീറ്റ് തന്നെ, കുറച്ച് നീളം കൂടിയ വണ്ടി, അതായത് ആ ഒരടീൻ്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ആ വണ്ടി പോകണമെങ്കിൽ 33,000 രൂപ ടാക്സ്. വയനാട് ജില്ലയിൽ നിന്നാകട്ടെ കാർഷിക ആവശ്യത്തിനും ബന്ധുവീടുകളിലേക്കും കർണാടകയിലേക്ക് നിത്യേന ആളുകൾക്ക് പോകേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല ഗോവ, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കർണാടകയിലൂടെ കടന്നു പോകണം. ഇത്രയും നികുതി നൽകാൻ സാധിക്കാതെ വന്നതോടെ ടാക്സികൾ ഇപ്പോൾ കർണാടകയിലേക്ക് പോകുന്നില്ല. ഡെയിലി കർണാടകയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് ലാഭമാണ്. ഈ ബസ് ഏറ്റവും കൂടുതൽ ബസ്സാണ് ഡെയിലി നൈറ്റ് ട്രിപ്പ് എടുക്കുന്ന ബസ്സുകൾക്ക്. അവർക്കാണ് ഇതൊരു ലാഭമായിട്ട് ഇരിക്കുന്നത്. അവർക്ക് 4,44,000 രൂപ എടുത്തേണ്ട ഒരു വർഷത്തേക്ക് പോകാം. പണ്ടാകുമ്പോൾ അവർക്ക് ഒരു ട്രിപ്പ് എടുക്കണമെങ്കിൽ തന്നെ 29,000 രൂപ വേണം. ഇപ്പം അതിൽ കുറവ് വന്ന് അവർക്ക് മാത്രമേ ഇതിനകത്ത് ലാഭമുള്ളൂ. ചെറുവണ്ടികളായ എല്ലാവർക്കും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. പുതുക്കിയ നികുതിയാവട്ടെ ഗുണ്ടൽപേട്ടിൽ സ്വീകരിക്കില്ല. അതിനായി ബാംഗ്ലൂരിലേക്ക് പോകണം. ഞങ്ങളുടെ ബോർഡറിൽ ഗുണ്ടൽപേട്ടയാണെങ്കിൽ ഞങ്ങൾക്ക് 2,000 രൂപ അടയ്ക്കാൻ എങ്ങനെയും കടവും വില വാങ്ങി ഞങ്ങൾക്ക് ഗുണ്ടൽപേട്ട പോയി അടയ്ക്കാം. അത് കുഴപ്പമില്ല. ഇത് ഒരാൾ മെനക്കെട്ട് ബാംഗ്ലൂർ പോയി വരണതിനുള്ള ചിലവ് ഒരു 1,000 രൂപ ആവും. ഒരു ദിവസം പോയിട്ട് 2 ദിവസമാവും. ഒരു 1,000 രൂപ ചിലവും. ഈ 2,000 രൂപ അടയ്ക്കാൻ വേണ്ടി 1,000 രൂപ ചിലവും കൊടുത്ത് 3,000 രൂപയാവും പോയിട്ട് വരണമെങ്കിൽ. അത് പോയി വന്നാൽ ഞങ്ങൾക്ക് ഒരു കൊല്ലത്തേന് കിട്ടില്ല. ഞങ്ങളുടെ വണ്ടീൻ്റെ ആ ഓതറേഷൻ എത്ര ഡേറ്റ് വരെ കിട്ടുള്ളൂ. ആ 2 മാസമാണ്, 2 മാസം, 4 മാസം, 4 മാസം ഒരു അങ്ങനെയാണ് കിട്ടിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വല്ലപ്പോഴും എത്തുന്നവരാണ്
ഇത്രയും വലിയ നികുതി ഭാരമറിഞ്ഞ് ഞെട്ടുന്നത്. പ്രശ്നത്തിൽ ഇടപെടുമെന്ന് കേരള സർക്കാർ പറയുന്നുണ്ടെങ്കിലും അതിൽ പക്ഷേ ഇവർക്ക് പ്രതീക്ഷയില്ല. അവരുടെ വണ്ടിക്കാർ കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ പോലീസോ ഇവിടുത്തെ ഗവൺമെന്റോ ഒരു കുഴപ്പമില്ല അവർക്ക്. കർണാടകയിലെ ടാക്സി കൊണ്ടാലും പ്രൈവറ്റ് കൊണ്ടാലും അവർ ആ ഭാഗം തിരിഞ്ഞു നോക്കുകയില്ല. കർണാടകൻ്റെ വണ്ടികൾ കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കോൺട്രാക്ട് ഗാരേജ് വണ്ടികൾക്ക് 152 രൂപ പെർ സീറ്റ് ടാക്സി മേടിക്കുന്നുള്ളൂ. തമിഴ്നാട് വണ്ടികൾക്ക് ഇങ്ങോട്ടും ടാക്സ് ഇല്ല, നമ്മൾ അങ്ങോട്ടും ടാക്സ് മേടിക്കുന്നില്ല. പിന്നെ ആന്ധ്ര വണ്ടികൾക്ക് നമ്മൾ ടാക്സ് മേടിക്കുന്നില്ല. പിന്നെ ഗോവ പോണ്ടിച്ചേരി വണ്ടികൾക്കൊന്നും നമ്മൾ പ്രത്യേകിച്ച് ടാക്സ് ഒന്നും ഈടാക്കുന്നില്ല. ഈ കർണാടക വണ്ടിക്കാരോട് നമ്മൾ ഒരു എന്താ പറയുക 150 രൂപേൻ്റെ അടുത്ത് ഒരു സീറ്റിന് ടാക്സ് മേടിക്കുന്നുണ്ട്. ചെറിയ വണ്ടികൾക്കാണെങ്കിൽ ഈ ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടികൾക്കാണെങ്കിൽ വെറും 40 രൂപയും മേടിക്കുന്നുണ്ട്. അല്ല, നമുക്കിവിടെ ടൂറിസ്റ്റുകളെ ആവശ്യമാണല്ലോ. കേരളത്തിൻ്റെ ടൂറിസം വളരാൻ നമുക്ക് ടൂറിസ്റ്റുകളെ ആവശ്യം. അപ്പം നമുക്ക് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരണ്ട, അല്ലെങ്കിൽ അവിടുന്ന് കർണാടകയിൽ നിന്ന് ആൾ വരണ്ട നമ്മൾ പറയുന്നില്ലല്ലോ. പക്ഷെ അവർ പറയുന്നത് എന്താ, ടൂറിസ്റ്റുകൾ വേണ്ട, ഫ്ലൈറ്റിലും കാറിലും വരുന്ന ആൾക്കാർ വന്നാൽ മതി. കുറച്ച് ലക്ഷറി ആയിട്ട് നല്ല ക്യാഷുള്ള ആൾക്കാർ വന്നാൽ മതി. അവരുടെ സിറ്റികളൊക്കെ ജാമാവുന്നു. അവരുടെ സിറ്റികളിൽ അവരുടെ ഓഫീസുകളിൽ കറക്റ്റ് സമയത്ത് ഓഫീസേഴ്സ് വരുന്നില്ല. അതൊക്കെ കാരണം ഈ ഇവിടുന്നുള്ള ടൂറിസ്റ്റുകളുടെ അമിതമായ പ്രവാഹമാണ്. അതുകൊണ്ട് ട്രാഫിക് ഹെവി ജാം ബ്ലോക്ക് വരുന്നു. അതുകൊണ്ട് ടൂറിസ്റ്റ് വണ്ടികൾ വരണ്ട എന്നാ ഒരു തീരുമാനമെടുത്തു. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ നിന്ന് മൈസൂരിലേക്കുള്ള ഏകദിന ടൂറുകളായിരുന്നു ടാക്സി ഡ്രൈവർമാരുടെ മുഖ്യ വരുമാന മാർഗം. രാത്രിയാത്രാ നിരോധനത്തിലൂടെ അത് പൂർണ്ണമായും ഇല്ലാതെയായി. ഇപ്പോൾ ടാക്സ് വർദ്ധിപ്പിച്ചതിലൂടെ ജീവിതം തന്നെ ദുസ്സഹമായി തീർന്നിരിക്കുന്നു.